അവസാനം ലാലേട്ടന്റെ വെടിവെപ്പ് കാട്ടിൽ നടക്കുമ്പോൾ ദിലീപേട്ടന്റെ വെടിവെപ്പ് നാട്ടിൽ നടക്കുന്നു. കൊറേ നേരമായല്ലോ ഒരുമാതിരി ലോജിക്കില്ലാത്ത മണ്ടൻ കഥ. മതി, നിർത്ത്. നമുക്ക് തോന്നിയ പോലെ ഒരു കഥയുണ്ടാക്കി കഥ പറഞ്ഞപ്പോൾ പ്രൊഡ്യൂസർ പറയാ ഇതൊരു ലോജിക്കില്ലാത്ത മണ്ടൻ കഥയാണെന്ന്. അതല്ലെന്ന് നമുക്ക് തെളിയിക്കണം. സത്യം അവള് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? കല്ലും മണി തപ്പണ, ഞാൻ പറഞ്ഞ പിൻവലിച്ചു. കിട്ടി, എനിക്ക് ഐഡിയ കിട്ടി. നമുക്കിതൊരു സ്പൂഫ് മൂവിയാണെന്ന് പറയാം. നോ ലോജിക്, ഓൺലി മാഡ്നസ്. പക്ഷെ കാണാൻ വരുന്ന ജനങ്ങൾക്ക് വിവരമുണ്ടല്ലോ, അതൊന്നും കുഴപ്പമില്ല. തലച്ചോറ് പുറത്തെടുത്ത് വെച്ച് കാണാൻ വരാൻ പറയണം. പ്രിയപ്പെട്ട പങ്കാളി, യു ആർ ഗ്രേറ്റ്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്ന പ്രൊഡ്യൂസർ ഗോപാൽജിയാണ്. പുള്ളിയെ നമുക്ക് തന്ത്രപരമായി കൺവിൻസ് ചെയ്യാം. ഗോകുലം പോലൊരു പ്രൊഡക്ഷൻ ഹൗസ് ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഈ സിനിമ പോസിബിളേ അല്ല. ഗോപാൽ സാർ എങ്ങനെ കൺവിൻസ് ചെയ്തു? അതാ അല്ല, സാറിനെ നമ്മൾ ആശാനായി കൊണ്ടുവന്നു. സാറിനെ കൊണ്ട് നമ്മൾ കൗണ്ടർ പറയിപ്പിച്ചിട്ടുണ്ട്. ലാലേട്ടനെ കൺവിൻസ് ചെയ്യിക്കാനായിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യും അല്ലയ്യ? ഡയലോഗ് വിജയുടെ ഗില്ലിലെ ഡയലോഗാ. ഇന്ത ഏരിയ എന്ന് പറഞ്ഞ ഡയലോഗ്, അതിലാണ് ഇൻട്രോ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ലാലേട്ടൻ ഇടയ്ക്ക് എന്തോ പറഞ്ഞില്ലേ, വിജയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നത്, ഇത് കാണുമ്പോ ഭയങ്കര സന്തോഷമാകുന്നുള്ള. ലാലേട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. വിജയുടെ ഡയലോഗ് ഒന്നും പറഞ്ഞ് പിരികേറ്റി ആ പാവൻ ലാലേട്ടനെ പറ്റിച്ചൂല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ പടമാണ് ഒരു വട്ടന്റെ കഥയാണ് ഇതെന്നും പറഞ്ഞ് പടം തുടങ്ങും. പക്ഷെ നമ്മളെക്കാൾ കൂടിയ സൈസിലുള്ള ഒരു വട്ടനെ കാണുമ്പോ നമ്മൾ ഞെട്ടും. ഞെട്ടാൻ പോണത് ലവനാണ് കേട്ടാ. ജനങ്ങളെ ഞെട്ടിക്കാനൊന്നും പറ്റിയില്ല. പടം ഞങ്ങൾ എപ്പോഴേ പൊട്ടിച്ച് കയ്യെ കൊടുത്ത്. എന്നിട്ട് ഈ പന്ന പിള്ളേരെ കാണിച്ച് അവർക്കൊരു ഇൻട്രോ. ഇവങ്ങളുടെ നെഞ്ചിൽ കുടിയേർക്കും സ്നേഹത്തിനും സൗഹൃദത്തിനും വേണ്ടി ചങ്ക് പോലും പറിച്ചു കൊടുക്കാൻ മടിയില്ലാത്ത ഇവരെ കാണുമ്പോ ചില മുന്തിയ ടീമുകൾക്ക് അത്ര പിടിച്ചെന്ന് വരില്ല. അല്ല ഡയറക്ടറെ, നിങ്ങൾക്കിത് നിർത്താറായില്ലേ? പാവപ്പെട്ട പിള്ളേർക്ക് മാത്രം സ്നേഹവും ചങ്ക് പറിച്ചു കൊടുക്കലും, എന്നിട്ട് റോട്ടിൽ കിടന്ന് തുള്ളിപ്പൊതി ശല്യം. ചോദിക്കാൻ വരുന്ന മാന്യന്മാർ ഒരുമാതിരി ദുഷ്ടന്മാർ. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ എന്നിട്ട് ഇവന്മാരുടെ ഓരോ കാട്ടിക്കൂട്ടലുണ്ട്. ഓ, അഴുക്ക പിള്ളേർ ചൊറിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഈ പിള്ളേരുടെയും അവിടുത്തെ റിച്ച് പിള്ളേരുടെയും അലമ്പിനിടയിൽ ഒരു ചെക്കൻ പറയും, ഇവനെല്ലാം അറിയാം, എല്ലാത്തിനെയും കുറിച്ച് അറിയാം. അപ്പൊ ഈ പിള്ളേര് ഒരു ചോദ്യം ചോദിക്കും, ഈ നാട്ടിലെ വലിയ കള്ളനെ പിടിച്ചോണ്ടുപോയി ഹീറോ ആയ ഒരാളെ പറ്റി അറിയാമോ? എടാ, ജനറൽ നോളജ് എന്ന് പറഞ്ഞ കഴിഞ്ഞ ആഴ്ച നിന്റെ ചോറ്റും പാത്രത്തിൽ ചോറിന്റെ അടിയിൽ മുട്ടയാണോ ചിക്കനാണെന്നോ പോലത്തെ ഐറ്റം അല്ല. എന്നിട്ട് പിള്ളേര് കഥ പറയാൻ ആരംഭിക്കും. മുഖ്യമന്ത്രിയായ ബൈജു പങ്കെടുക്കുന്ന ഒരു സമ്മേളനം. അതാ വാളയാർ വണ്ടിയിൽ ദിലീപേട്ടൻ. പഴയ കുറെ പടങ്ങളുടെ റെഫറൻസ് വെച്ച് നമ്മളെ അറാട്ടിച്ച നെയ്യാറ്റിങ്കര ഗോപിന് ശേഷം അത് റെഫറൻസുകളുടെ വയറിളക്കവുമായി വരുന്നു റഡാർ ദാമോദർ. എന്നിട്ട് ദിലീപേട്ടന്റെ ഒരു ഫോർത്ത് ഭിത്തി പൊളിക്കൽ. പഴത്തുള്ളിൽ ചവിട്ടി വീഴാൻ പോകുന്നത് കാത്തിരിക്കുന്ന അണികൾ. പക്ഷെ അവരെയൊക്കെ നിരാശപ്പെടുത്തിക്കൊണ്ട് ദിലീപേട്ടന്റെ ഡയലോഗ്. അതൊക്കെ പണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. തൂറാത്തവൻ തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ട്. എന്നിട്ടിതാ ഒരു പാർട്ടി ഗുണ്ടയായി നോബിയുടെ അഴിഞ്ഞാട്ടം. നമ്മൾ ഒരാളുടെ തല പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തണ്ണിമത്ത കെട്ടിയുമ്പോൾ 4 ക്രോസ് ചെയ്താണ് കെട്ടിയത്. അതെ അതെ. മിസ്റ്റർ ഡയറക്ടർ, ഇതൊക്കെ ഞങ്ങൾ എവിടെ കൊണ്ടുപോയി തള്ളണമെന്നൊന്ന് പറഞ്ഞു തരണം. സ്പൂഫ്, റെഫറൻസ്, അതോ ഇക്കിളിയാക്കിയാലും ചിരിക്കാൻ തോന്നാത്ത കോമഡിയോ? എന്നിട്ട് സമ്മേളനത്തിൽ ബൈജു പ്രസംഗിക്കാൻ ആരംഭിക്കും. മനുഷ്യന്റെ തലച്ചോറ് ഒരു ഒന്നൊന്നര മുതലാണ്. പക്ഷെ ആ തലച്ചോറെടുത്ത് പുറത്ത് വെച്ച് സിനിമ കാണണമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഉത്തരവ്. എനിവേ, മുഖ്യമന്ത്രിക്ക് കരിക്കിൽ വയറിളക്കാനുള്ള എന്തോ കൊടുത്ത് മുഖ്യമന്ത്രിക്ക് മുട്ടുമ്പോ ഏട്ടൻ വണ്ടിയുമായി വന്ന് CM-നെ തട്ടിക്കൊണ്ടുപോകുന്നു. വയറിളക്കി CM-നെ തട്ടിക്കൊണ്ടുപോകൽ അത് ഇതുവരെ ഒരിടം തലേ തോന്നാത്ത ഐറ്റമാണല്ലോ. സംഗതി ക്ലച്ചുപൊളി. അങ്ങനെ CM-നെ തട്ടിക്കൊണ്ടുപോയത് അന്വേഷിക്കാൻ CM-ന്റെ മോനായി വിനീതേട്ടനെത്തും. എന്നിട്ട് CM-നെ തട്ടിക്കൊണ്ടുപോയതിനെ സാക്ഷിയായി നമ്മുടെ സ്വന്തം സ്ക്രിപ്റ്റ് റൈറ്ററുടെ അഴിഞ്ഞാട്ടം. അങ്ങനെ നിന്നപ്പോഴാണ് സാർ ഞാനത് കണ്ടത്. പതിവില്ലാതെ ഒരു വണ്ടി നമ്പർ നോക്കിയപ്പോഴാണ് ഞാൻ ഒന്നെന്ന് കണ്ടത്. ഞാൻ അവനെ വാർത്ത കാണുന്ന എനിക്കപ്പോ തന്നെ കാര്യം മനസ്സിലായി. ഇനി ചെവി തോണ്ടാൻ പോലും നീ പേന എടുത്തെന്നറിഞ്ഞാൽ നിന്റെ കൈ ഞാൻ വെട്ടു. പോയിടാ അവിടെ. അവന്റെ ഒരു വെറൈറ്റി. എന്നിട്ട് വിനീതേട്ടൻ ഇരിക്കട്ടെ, വേറൊരുത്തന്റെ വക ഒരു ഫോർത്ത് ഭിത്തി പൊളിക്കൽ. ഇനി നോ മോർ ക്രഞ്ച്. എന്നിട്ട് ക്രിഞ്ച് മാറ്റിവെച്ച് മോൻ ചെയ്ത പടവേദ കരം. എന്നിട്ട് ദിലീപേട്ടൻ ഗില്ലി ജീപ്പിൽ പോകുന്നത് വിത്ത് അർജുനാർ BGM. മിസ്റ്റർ ഡയറക്ടർ, ഐഡിയ കൊള്ളാം. വെറുതെ കുത്തിക്കയറ്റി വെച്ച പോലെ തോന്നുന്നോണ്ട് ഒരു ഫീലും ഇല്ല. ദിലീപടത്തിലെ വണ്ടി സ്പൂഫിന്റെ കിണ്ടി, ഞങ്ങൾക്കിത് കണ്ടിട്ട് വയ്യാതായി. എന്നിട്ട് തട്ടിക്കൊണ്ടുവന്ന CM-ന്റെ അടുത്ത് ഒരു മാസ് ഡയലോഗ്. സാറിന്റെ ആയിരക്കണക്കിന് അണികൾക്കിടയിൽ നിന്നും സാറിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ രാപ്പകൽ പണിയെടുക്കുന്ന പോലീസ് സേനയും നോക്കി നിൽക്കുകയാണ് ഞാൻ സാറിനെ പൊക്കിക്കൊണ്ടുവന്നത്.
പട സ്പൂഫാണ്, ലോജിക് ഇല്ലെന്നും പറഞ്ഞു. ലോജിക് ഇല്ലാത്തൊരു സീൻ നായകനെ കൊണ്ട് മാസാക്കി പറയിപ്പിക്കേണ്ട കാര്യം എന്ത്? ഞാൻ സ്പൂഫ് പടങ്ങൾ റഫറൻസ് മാഡ്നസ് തട്ടിക്കൊണ്ടുപോയ ആളെ കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞ് കണ്ണു കാണാൻ പറ്റാത്ത ബാലു വന്നിട്ട് ദിലീപേട്ടന്റെ പടം വരയ്ക്കും. സ്പൂഫ് മൂവി, നോ ലോജിക്, ഓൺലി മാഡ്നസ്. മറക്കരുത്. എന്തെല്ലാം അറിഞ്ഞു വെച്ചിരിക്കണു എന്റെ ഭഗവതി, ഭയങ്കരമാണോ ഭയങ്കരം. എന്നിട്ട് ഈ ഐറ്റം അങ്ങ് വരച്ചു തരും. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് ലേബർന്തിയിൽ വരുന്ന ഈ ചിത്രമാണ്. 30 സെക്കൻഡ് ഒരു ഡോട്ടിലേക്ക് നോക്കിയിരുന്നു വെളുത്ത ചുവരിലേക്ക് നോക്കി കണ്ണു ചിമ്മിയാൽ ഈശോനെ കാണിക്കുന്ന ഐറ്റം. അതൊക്കെ ഒരു കാലം. പിന്നെ എന്തിനു വേണ്ടി തിളക്കുന്ന സാമ്പാറായി അശോകൻ വരും. എന്നിട്ട് CM-നെ കുറെ വയസ്സന്മാരുള്ള ഒരു സ്ഥലത്തെത്തിക്കും. വയസ്സാനാലും ഓം പഴത്തൊലി കോമഡിയെല്ലാം ഇന്നും ഒന്ന് വിട്ടു പോകല. എന്നിട്ട് തടവറയിൽ കിടക്കുന്ന ബൈജുവിന്റെ വക ഒരു മാസ് ഫൈറ്റ്. എന്തിനാ? കിട്ടില്ല അല്ലെ? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, വെറുതെ. അങ്ങനെ ദിലീപേട്ടൻ സാധാരണക്കാരുടെ പരാതികൾ എഴുതിയിടാൻ ഒരു വണ്ടി എത്തിച്ചിട്ടുണ്ട്. അതിന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് CM-ന്റെ പേര് പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യും. ജനങ്ങളെല്ലാം ഹാപ്പിയാകും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും പടം പഴയ ശങ്കർ ലെവൽ റൂട്ടിലോട്ടാണ് പോകുന്നതെന്ന്. പക്ഷെ നിങ്ങൾക്ക് തെറ്റി. ഈ ഒരു സീനോട് കൂടി ആ പരാതികളെ കുറിച്ചുള്ള പരാമർശം അവസാനിക്കുകയാണ്. തിരക്കഥാകൃത്ത് അങ്ങനെ പരാതി വണ്ടി എടുക്കാൻ ശ്രമിച്ചിട്ട് പറ്റാതെ പോകുന്ന ദിലീപേട്ടനെ ഫോളോ ചെയ്ത് 100 കണക്കിന് പോലീസുകാർ. അതായിരുന്നു ദിലീപേട്ടൻ സ്വപ്നം കണ്ട കിനാശേരി. അവിടെ നിന്നൊരു ഗംഭീര ട്വിസ്റ്റ്. കേസ് അന്വേഷിക്കുന്ന സാൻഡി മാസ്റ്റർ ദിലീപേട്ടന്റെ ആളാണ്. പാവം ജനങ്ങൾ ഞെട്ടിപ്പോയി കാണും. എന്നിട്ട് വെടിവെക്കാൻ പോണേക്ക് മുമ്പ് ഒരു ഡയലോഗ്, മിസ്സാവാതെ ഇട്ടടിച്ചോ എന്ത് വാട്ടി മിസ്സേ ആകാതെ. അങ്ങനെ ദിലീപേട്ടന്റെ ഫൈറ്റിന് ഒരു പാട്ട് വെച്ചു കൊടുക്കാനായിട്ട് റിയാസ് ഖാൻ വരും. അങ്ങനെ റിയാസ് ഖാൻ പാട്ട് വെക്കുന്നു. അണ്ണൻ ഫൈറ്റ് തുടങ്ങുന്നു. പിന്നാലെ വരുന്ന വാണത്തിനേക്കാൾ മുമ്പിലാണ് ദിലീപേട്ടൻ എന്ന് തെളിയിച്ചുകൊണ്ട് അണ്ണൻ അതിന് മുന്നിലോടും. എന്നിട്ട് ദിലീപേട്ടന്റെ ചിരിച്ചുകൊണ്ടുള്ള ഫൈറ്റ്. എന്നിട്ട് പല പാട്ടുകൾ ഇട്ടിട്ടുള്ള ഇടിയാണ്. പക്ഷേ ഇതാണ് പ്രശ്നം. പാട്ട് പാട്ടിന്റെ വഴിക്ക്, ഫൈറ്റ് ഫൈറ്റിന്റെ വഴിക്ക്. അപ്പോ ദിലീപേട്ടന് വേണ്ടി ഫേക്ക് ന്യൂസ് പേപ്പർ ഇടുന്ന പിള്ളേര് ഇവരാണെന്ന് മനസ്സിലാക്കി വിനീതേട്ടൻ അവരെ തൂക്കും. അതല്ല സാറേ ഞങ്ങൾ പറയാൻ പാടില്ലാത്തത്. മര്യാദക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ ഇടിച്ച് നിന്നെയൊക്കെ സൂപ്പാക്കി കളയും. അങ്ങനെ സൂപ്പാക്കിയ ഹ്യൂമൻ റൈസ് ഒക്കെ എന്തിനാ സാറേ? മാങ്ങ പറിക്കാനാ? ഓ അഴുക്ക പിള്ളേര് കൺവെട്ടത്തുനിന്ന് വിളിച്ചോണ്ട് പോ. പിന്നെ അതിനിടയിൽ സലീമേട്ടന്റെ ഗസ്ട്രോള്. എന്നിട്ട് കേരളക്കരയിൽ നിന്നുള്ള വെറുപ്പിക്കലിന് ശേഷം തമിഴ്നാട്ടിൽ നിന്നും അത് ഇറക്കുമതി ചെയ്തിരിക്കുന്നു റെഡിങ് കിങ്സ്ലി. എല്ലാം വിധിവൈപരീത്യം. പിന്നെ ഇന്റർവ്യൂ സ്റ്റാർ ആയിട്ട് ധ്യാനണ്ണൻ. അപ്പൊ ദിലീപേട്ടന്റെ പാസ്റ്റ് എന്താന്ന് വെച്ചാ അമ്മ ചെറുപ്പത്തിലേ മരിച്ചു. വേസ്റ്റ് എടുക്കുന്ന ജോലി ആയതുകൊണ്ട് നാട്ടുകാരുടെ ഒക്കെ അവഗണന സഹിക്കേണ്ടി വരുന്ന അച്ഛനും മോനും. പിന്നെ അച്ഛനും മരിച്ചു. അങ്ങനെ ദിലീപേട്ടൻ മെന്റലി അൺസ്റ്റേബിൾ ആയി. പിന്നെ ഒരുത്തിന് വേണ്ടി വേറൊരുത്തൻ തലയടിച്ച് പൊട്ടിച്ച് പുള്ളി മെന്റൽ ഹോസ്പിറ്റലാകുന്നു. പിന്നെ അവിടുന്ന് ചാടി എത്തിപ്പെടുന്നതോ ഇതൊരു കഥനകഥയല്ലേടാ, അത് ഇങ്ങനെയാണോ പറയേണ്ടത്? ഒരു കഥനകഥയായി നിങ്ങൾ എഴുതി വെച്ച ഈ പാസ്റ്റ് ഇങ്ങനെ വലിച്ചു വാരിയിട്ട് പറയാൻ പാടില്ലെന്ന് അറിയാഞ്ഞിട്ടല്ല. ബട്ട് നിങ്ങൾക്ക് തോന്നിയതെല്ലാം എഴുതി വെച്ച് അതൊക്കെ സ്പൂഫായി കാണണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ പിന്നെ ഇതുപോലുള്ള കേട്ടുപഴകിയ പാസ്റ്റിൽ ഞങ്ങൾ ഇമോഷണലി ഹുക്ക് ചെയ്യണമെന്ന് വാശി പിടിക്കരുത്. അങ്ങനെ വാശി പിടിക്കാതിരിക്കാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. അങ്ങനെ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ചാടി ചെന്നെത്തുന്നത് ഗില്ലി ബാല എന്ന ലാലേട്ടന്റെ അടുത്തേക്ക്. ശ്രദ്ധിക്കണം, ദില്ലി ബാല അല്ല, ഗില്ലി ബാല. അതും കഴിഞ്ഞ ഏട്ടൻ നടന്നു പോകുമ്പോ തുമ്മും. ആരും ഡയറക്ടറെയും സ്ക്രിപ്റ്റ് റൈറ്ററെയും തെറി വിളിക്കണ്ട, ദാ കാണു. ഈ തുമ്മലിന്റെ സാധനം പുള്ളി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാ. സ്വന്തമായി ചെയ്ത പടത്തിൽ ഇമ്മാതിരി സാധനങ്ങൾ പടച്ചുവിട്ട ആ പാപത്തിന്റെ വാക്കൊക്കെ കേട്ട നിങ്ങളെ. പിന്നെ സ്വാഭാവികമായിട്ടും ദിലീപേട്ടൻ ലാലേട്ടന്റെ ടീമാകുന്നു. എന്നിട്ട് മുണ്ടെടുത്ത് ദിലീപേട്ടൻ എത്തും. അപ്പതാ ഒരു കാര്യം ചെയ്യാനാ, മുണ്ടൊന്ന് മടക്കി കുത്തിയാണ്. മുണ്ട് മടക്കി കുത്താൻ എനിക്ക് വലിയ പിടിയില്ല. അയ്യടാ, ഇനി മുണ്ട് മടക്കി കുത്താനായിട്ട് നിന്നെ ഞങ്ങൾ ട്യൂഷന് വിടാം, ലാലേട്ടനെ കൊണ്ടോരോന്ന് ചെയ്യിപ്പിക്കാനായിട്ട്. പിന്നെ അവിടുന്ന് ലാലേട്ടൻ മുണ്ട് മടക്കുന്നു, മീശ പിരിക്കുന്നു, ദേ പാട്ട്. ഹൈപ്പ് മാത്രമേ ഉള്ളല്ലേ. എന്നിട്ട് ദിലീപേട്ടനെ മൊത്തം സാമ്രാജ്യം ഏൽപ്പിച്ച് ലാലേട്ടൻ സീൻ വിടും. അങ്ങനെ ഇരിക്കെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ദിലീപേട്ടനെ അറിയിക്കാനായിട്ട് കൂട്ടുകാരെത്തുന്നു. എന്റെ മകളെ അവനെ ഞാൻ
എന്താ ചേട്ടാ ബക്കഡയിൽ തെറിച്ചു പോയോ? എന്നിട്ട് ദിലീപേട്ടൻ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു, നേതാവാകുന്നു. അവിടുന്ന് പിന്നെ വിനീതേട്ടൻ ദിലീപേട്ടന്റെ ഗ്യാങ്ങിലെ ഓരോരുത്തവന്മാരങ്ങ് തൂക്കും. അവരെ രക്ഷിക്കാൻ കുറെ വയസ്സന്മാർ വന്ന് ഗുണ്ടു പൊട്ടിക്കുന്നു. കണ്ണു കാണാത്ത ബാലുവണ്ണൻ ഒരു പോലീസുകാരനെ വെടിവെച്ചിരുന്നു, വേറൊരു പോലീസുകാരനെ കുത്തിക്കൊല്ലുന്നു, ഒരു പോലീസുകാരനെ തീ വെച്ച് താഴേക്ക് തള്ളിയിടുന്നു. ഏത് ഡ്യൂട്ടി ചെയ്യാൻ നോക്കിയ പോലീസുകാര്. എന്നിട്ട് രക്ഷപ്പെടുന്നതിനിടയിൽ ബാലുവണ്ണൻ വെടികിട്ടി മരിക്കുന്നു. അപ്പം ഭയങ്കര സങ്കട പരിപാടി. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് മിസ്റ്റർ റൈറ്റർ ആൻഡ് ഡയറക്ടർ? നിങ്ങൾ എത്ര BGM ഇട്ട് മെഴുകിയാലും ഞങ്ങൾക്ക് ഇത് ഇമോഷണലി ഹുക്ക് ആവുന്നില്ല. കാരണം നിങ്ങളുടെ ലോജിക് ഇല്ലാത്ത ഈ പടത്തിൽ ഞങ്ങൾ ആ പാവം പോലീസുകാരുടെ കൂടെയാണ്. ഇതിപ്പോ ലോജിക് ഇല്ലാമൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു, സ്പൂഫിലേക്ക് ഇട്ട് എത്തിയില്ല അല്ലേ? പിന്നെ ക്ലൈമാക്സ്, അതിനെ കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല. CM-നെ കൊണ്ട് കാട്ടിലൂടെ എസ്കേപ്പ് ആക്കാൻ നോക്കുമ്പോൾ ഗില്ലി ജീപ്പ് കത്തിക്കിടക്കുന്നു. അപ്പോൾ അതാ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ഏട്ടൻ വരുന്നു. പിന്നെ ഏട്ടന്റെ വെടി ദിലീപേട്ടന്റെ കാറ് കൊണ്ടിടി. അപ്പൊ ബൈജോണൻ ചോദിക്കും നിന്റെ ഒടുക്കത്തെ പ്രശ്നം എന്താണെന്ന്. അപ്പൊ ദിലീപേട്ടൻ കഥ പറയും. ദിലീപേട്ടന്റെ അമ്മ മരിച്ചു കിടക്കുമ്പോൾ ബൈജു അണ്ണൻ അമ്മയെ കുറിച്ച് മോശമായി സംസാരിച്ചിരുന്നു. അതുപോലെ ബൈജു അണ്ണന്റെ റോട്ടിലെ എന്തോ പരിപാടി കാരണം അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റാതെ അച്ഛനും മരിച്ചു. അതായത് ഇപ്പോൾ നമുക്ക് വില്ലനായി പ്ലേസ് ചെയ്ത് ബൈജുവിനോട് ലോജിക്കലായി ചിന്തിച്ച് വേണേൽ കുറച്ച് ദേഷ്യം തോന്നാമെന്ന്. സ്പൂഫ് ഒക്കെ അങ്ങ് മറന്നുപോയല്ലേ കള്ളൻ. പിന്നെ ദിലീപേട്ടൻ ബൈജുണ്ണനെ കൊണ്ടുപോകുന്നു. എല്ലാരും കൂടി ദിലീപേട്ടനെ പഠിക്കുന്നു. പക്ഷേ കുരുപ്പുകളുടെ ക്രിമികടി തീർന്നിട്ടില്ല. നിന്റെയൊക്കെ ജയവും തോൽവിയും തീരുമാനിക്കപ്പെടുന്നത് മൂന്നാമതൊരാള് പേപ്പറിൽ മാർക്ക് ഇടുമ്പോഴായിരിക്കും. നമ്മളെ പോലെ ആർക്കും വേണ്ടാത്തവരുടെ ജയം തീരുമാനിക്കപ്പെടുന്നത് ഞങ്ങളുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിലാടാ. ഓ ഒന്ന് തൊഴുതേക്കാം. എവിടെയൊക്കെ വീണാലും ഇതൊക്കെ പറഞ്ഞു ഉരുളാലോ എന്ന് വെച്ചാൽ ദിലീപേട്ടനെ പോലീസ് പിടിച്ചെങ്കിലും ദിലീപേട്ടന്റെ മാനസിക നില ശരിയില്ലാത്തോണ്ട് ദിലീപേട്ടന് തോന്നുന്നത് എല്ലാവരും ദിലീപേട്ടനെ ആഘോഷിക്കാനായി വന്നു എന്നുള്ളതാണ്. അതാണ് പുള്ളിയുടെ കിക്ക്. എല്ലാം കഴിഞ്ഞ് SJ സൂര്യനും വെച്ച് ടൈലന്റെന്നും പറഞ്ഞ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുണ്ട്. ഏത് പാർട്ട് 2-നുള്ള ഹിന്റ്. എന്റെ പൊന്നുമക്കളെ നിങ്ങൾ ആരും പേടിക്കണ്ട. ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് വരുമ്പോ ഗില്ലി ബ്രദേഴ്സിന്റെ എന്തെങ്കിലും ഒരു പാർട്ട് 2 നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാവോ? അങ്ങനെയാണ് നമ്മൾ ഇപ്പൊ നിർത്തിയിരിക്കുന്നത്. നിങ്ങൾ ഈ സിനിമ ഇപ്പൊ 50 കോടിയിൽ എത്തിയിട്ടുള്ളൂ, ഒരു 100-150 കോടിയിൽ അപ്പൊ ഞങ്ങൾക്ക് എന്ത് ട്രീറ്റ് ചെയ്യും? ഗില്ലി ബ്രദേഴ്സിനെ ഓസ്കാർ ബ്രദേഴ്സിനെ കൊണ്ടുവരാം. സോ പടം 100 കോടി അടിക്കാത്തോണ്ട് സെക്കൻഡ് പാർട്ട് വരില്ല. എല്ലാരും ഹാപ്പി ആയില്ലേ? എന്നിട്ട് ആ ഇന്റർവ്യൂല് ഇങ്ങനെ പറയാ, നമ്മളൊക്കെ ചെയ്ത ഏകദേശം എനിക്ക് തോന്നുന്നു 2010 മുമ്പ് എടുത്തോളൂ ഉള്ള സിനിമകൾ എടുത്തു. നമ്മൾ കഥാപാത്രങ്ങളെ അങ്ങോട്ട് ഇങ്ങോട്ട് കളിയാക്കിയിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ആ കഥാപാത്രത്തിനെ കളിയാക്കുമ്പോ ഇപ്പൊ പറയുന്നത് അത് ബോഡി ഷേമിംഗ്, അത് പൊളിറ്റിക്കലി അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ഒരു കളം വരച്ചിട്ട് ഇത്തരത്തിലകത്ത് കളിക്കാൻ തുടങ്ങുന്ന സ്ഥലത്തെത്തുമ്പോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെയാണ്. ഒരു 30 സെക്കൻഡ് റീൽ എടുക്കുന്ന വ്യക്തിയെ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കുന്ന ഈ കാലഘട്ടത്തിൽ 2.5 മണിക്കൂർ നീളുന്ന ഒരു സിനിമയിലെ കഥാപാത്രങ്ങൾ ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ? ഒരു ആക്ടർ പറയുന്നു ഇപ്പോൾ ബോഡി ഷേവിംഗ് ചെയ്യാൻ പറ്റില്ലെന്ന്. ഉയരമില്ലാത്ത ഒരു കഥാപാത്രത്തിനെ കളിയാക്കുന്നത് അങ്ങ് സിനിമയിലല്ലേ? കറുത്ത നിറമുള്ളവനെ കളിയാക്കുന്നത് തമാശയല്ലേ? അല്ല, ഒരു മനുഷ്യന്റെ ഉയരം അവന്റെ തിരഞ്ഞെടുപ്പല്ല, അവന്റെ നിറം അവന്റെ തീരുമാനവുമല്ല. ഒരു സിനിമ ഹാളിൽ ചിരി പൊട്ടുമ്പോൾ പുറത്തെവിടെയോ ഒരു കുട്ടി കണ്ണാടിയിൽ നോക്കി സ്വയം വെറുക്കാൻ പഠിക്കുന്നു. ഇപ്പോൾ ആളുകൾ വളരെ സെൻസിറ്റീവായി എന്നാണ് പരാതി. അത് സെൻസിറ്റിവിറ്റി അല്ല, അത് സെൽഫ് റെസ്പെക്ട് ആണ്. ഇന്നവർ പറയും ഇത് ഹേർട്ട് ചെയ്യുന്നുവെന്ന്. അത് വീക്ക്നെസ് അല്ല, മറിച്ച് അവയർനെസ് ആണ്. സമൂഹം മുന്നോട്ട് പോയി, ചിന്തകൾ ഇവോൾവ് ചെയ്തു. പക്ഷെ ചിലർ ഇന്നും നിൽക്കുന്നത് പഴയ ജോക്ക് ബുക്ക് തുറന്നിട്ടാണ്. പഴയ കോമഡി ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല സത്യം. ഒരു കലാകാരൻ കാലത്തെ കുറ്റം പറയില്ല. കാലം മാറുമ്പോൾ അവനും മാറും. ഇല്ലെങ്കിൽ അവൻ കലാകാരനല്ല, വെറും എക്സ്പയർഡ് കോണ്ടന്റ് ആണ്. ഒരാളുടെ ശരീരത്തിൽ കയറി ചിരിക്കാൻ ഈ സമൂഹം ആരുടെയും സ്വകാര്യ സ്വത്തല്ല. കാരണം മനുഷ്യരുടെ ആത്മാഭിമാനം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാം.